ഹേ ഫോക്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടന്റ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ആദ്യം പറയാനുള്ളത് ഒരു മൂവിയിലത്തെ ഒരു കുഞ്ഞ സീനാണ്. അതായത് ഒരു A34 വന്ന് നിൽക്കും, വണ്ടിയിൽ നിന്ന് പോൾ വാൾക്കർ ഇറങ്ങി വരും. അപ്പോൾ ആ വണ്ടിയുടെ അടിയിൽ തിളങ്ങണ ഒരു ലൈറ്റ്, ബ്ലൂ കളർ ഒരു അണ്ടർഗ്ലോ ലൈറ്റ് നമുക്ക് കാണാം. അപ്പോൾ ഇന്നത്തെ കണ്ടന്റും അത് തന്നെയാണ്, ഹൗ ടു ഫിക്സ് ആൻ അണ്ടർഗ്ലോ. അപ്പോൾ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊരു സ്വിച്ച് ഉണ്ട്, പിന്നെ ഒരു വയറുണ്ട്, പിന്നെ 2-3 ലൈറ്റും. ഇത് മാത്രം മതി. നമുക്കൊരു 200 റുപ്പീസിൻ്റെ ഉള്ളിൽ നമുക്ക് ഫുൾ അണ്ടർഗ്ലോ സെറ്റ് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഇത് എങ്ങനെയാണ്, ഇതിൻ്റെ എന്തൊക്കെയാണ് വേണ്ടതെന്ന കാര്യങ്ങൾ നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പോൾ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ, പിന്നെ നമ്മുടെ ഇതേപോലത്തെ ഓട്ടോമോട്ടീവ് വീഡിയോസിന് വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് തരാം. ഓക്കെ, നമുക്കിതിനാദ്യമായിട്ട് വേണ്ടത് 4 സ്ട്രിപ്പ് LED, ജസ്റ്റ് ഒരു 20 റുപ്പീസ് വരണുള്ളൂ ഒരു LEDക്ക്. പിന്നെ നമുക്ക് വേണ്ടത് ജസ്റ്റ് ഒരു സ്വിച്ചാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ആദ്യം തന്നെ അണ്ടർവെല്ലി ഫുൾ ഊരണം. ഇതിന് 4 നട്ടാണ് വരുന്നത്. ഇപ്പോൾ അണ്ടർവെല്ലി ഊരി കഴിഞ്ഞിട്ട് നമുക്ക് അണ്ടർവെല്ലിയുടെ അടിയിൽ ഹോൾ ഇട്ടിട്ട് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? ഇതേപോലെ നമ്മൾ ടൈ ചെയ്ത് വെച്ചേക്കാണ്. ടൈ ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ വയർ ജസ്റ്റ് നമ്മളൊരു സ്വിച്ചിലേക്ക് കണക്ഷൻ കൊടുത്ത് അത് ഡയറക്റ്റ് ഹെഡ് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. നമ്മളൊരു ഇൻഡിക്കേറ്റർ മാറണം എന്തായാലും. അപ്പോൾ നമുക്കിനി ഹെഡ് ഒന്ന് ജസ്റ്റ് ഊരാം. അപ്പോൾ നമ്മൾ നമ്മളുടെ മാസ്ക് റിമൂവ് ചെയ്തിട്ടുണ്ട്. ആ വെസ്റ്റ് എന്നിട്ട് കിളിക്കൂടെ കിളിണ്ടല്ലേ സൗത്ത് അടുത്ത കളയാ. ഓക്കെ, നമ്മളിപ്പോൾ കണക്ഷൻ നോക്കാം. ഈ വെട്ടി എന്തിട്ടാന്ന് വെച്ചാൽ നമ്മളുടെ ഫ്ലിക്കറിൻ്റെ വെട്ടിയാണ്, ഇൻഡിക്കേറ്ററിൻ്റെ ഫ്ലിക്കർ. വേറൊരു വയറുണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മളുടെ ഐയുടെ കാണിച്ചു തരാം ഫസ്റ്റ്. ഓക്കെ, ഇതിനാണ് നമ്മുടെ ഐയുടെ മൂഡ് കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അത് വേറെ. നമുക്ക് എന്തായാലും ഇനി ഇതിൻ്റെ കണക്ഷൻ നോക്കാം. നമ്മളിപ്പോൾ ഇത് വന്നത് നമ്മളുടെ ഐക്കുള്ള കണക്ഷനാണ്. അപ്പോൾ അതിലേക്ക് പോസിറ്റീവിലേക്ക് നമ്മളുടെ സ്വിച്ചിൻ്റെ പോസിറ്റീവ് കണക്ട് ചെയ്യുക. പിന്നെ നെഗറ്റീവ് വയർ നമ്മൾ നേരെ ഡയറക്റ്റ് ഇതിലേക്ക് കൊടുക്കുക. ജസ്റ്റ് ആ സ്വിച്ചിൻ്റെ നെഗറ്റീവ് നമ്മൾ ഡയറക്റ്റ് ലൈറ്റിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ലൈറ്റിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് ലൈറ്റിൻ്റെ പോസിറ്റീവ് എടുത്തിട്ട് നമ്മൾ ഈ DRLൻ്റെ ജസ്റ്റ് ഫ്ലിക്കറിലേക്ക് കണക്ഷൻ കൊടുത്തേണ്ടാണ് നമുക്ക് ജസ്റ്റ് ഒരു പോസിറ്റീവ് കിട്ടാൻ വേണ്ടി. നമ്മൾ പോസിറ്റീവിലേക്കും നെഗറ്റീവ് നമ്മൾ സ്വിച്ചിക്ക് ഫസ്റ്റ് കൊടുത്തിട്ട് സ്വിച്ചിൽ നിന്ന് ഇതിലേക്ക് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പ്രത്യേകിച്ച് പിന്നെ വേറെ പണിയൊന്നുമില്ല, ഇത്രേ ഉള്ളൂ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് DM ചെയ്താൽ മതി. ഓക്കെ, ഇത് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്ലിക്കറിൻ്റെ ലൈറ്റ് നമ്മൾ നൈസായിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് പുറത്തേക്ക് കുറച്ച് തള്ളി നിൽക്കുന്ന രീതിയിൽ ഇട്ടിട്ടുണ്ട്. അതായത് നമുക്ക് ഉള്ളിലാണെങ്കിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഇത് ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതാണ് കണക്ഷൻ വരാം. കാരണം നമ്മുടെ കണക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലൈറ്റ് അത്യാവശ്യം അടിപൊളിയായിട്ട് കത്തി നിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് നൈറ്റ് എങ്ങനെയായിരിക്കും ഇതിൻ്റെ വെളിച്ചം കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഗൈസ്, അപ്പോൾ ഇതേ നമ്മളുടെ അണ്ടർഗ്ലോ നോക്കാം നമുക്ക്. അപ്പോൾ ഇതാണ് അണ്ടർഗ്ലോ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വണ്ടിയുടെ ലുക്ക് വരുന്നത്. നമുക്ക് അത്യാവശ്യം നല്ല രീതിക്ക് അട്രാക്ഷൻ കിട്ടും. നല്ല റോഡ് പ്രസൻസ് ആണ് നമുക്ക് ഈ അണ്ടർഗ്ലോ വെച്ച്. ഹൈവേസിൽ അല്ലെങ്കിൽ ലോക്കലിൽ എവിടെ പോയാലും നല്ല ഓട്ടം കിട്ടും വണ്ടി. പിന്നെ ഓട്ടോ ഷോക്കൊക്കെ പോയി കഴിഞ്ഞ് വണ്ടി വെച്ച് കഴിഞ്ഞാൽ ഡാർക്ക് റൂമിലേക്കാണെങ്കിൽ ജസ്റ്റ് ലൈറ്റ് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി മാത്രമായിട്ടും ഫോക്കസ് ആയി നിൽക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഒരു വീഡിയോ. ഇതേപോലെ നിങ്ങൾക്ക് ചെയ്യാൻ വല്ല ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്ക് ജസ്റ്റ് DM ചെയ്താൽ മതി, ഞാൻ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇറ്റ്സ് മീ മിസ് സൈനിങ് ഔട്ട്. ബൈ.